CPI ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. തൃശൂരിലെ തോൽവി പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് രൂക്ഷ വിമർശനം. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനം. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, അതിനിശിതമായ വിമർശനമാണ് CPI ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായത്? നീലിമ, CPIയുടെ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. സംഘടനാ റിപ്പോർട്ടിലാണ് CPIന്റെ അതായത് LDFന്റെ പ്രവർത്തനങ്ങളെ ശക്തമായ ഭാഷയിൽ, കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ട് CPIയുടെ സമ്മേളനത്തിൽ, തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് പാർട്ടിയുടെ പ്രവർത്തനവും ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനവും വളരെ മോശം എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് തൃശ്ശൂരിലെ തോൽവി പാർട്ടിയുടെ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചു എന്നാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സുരേഷ് ഗോപിനെ എല്ലാ മേഖലകളിലും എത്തിച്ച് പരിചയപ്പെടുത്താൻ BJPക്ക് സാധിച്ചു. എന്നാൽ തങ്ങൾക്കത് സാധിച്ചില്ല, തങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CPIയുടെ ഈ സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തെന്നും സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 5 വർഷത്തോളം സുരേഷ് ഗോപിയുമായി BJP പ്രചാരണം നടത്തിയത് സോഷ്യൽ മീഡിയ വഴിയാണെന്നും അത് അവർക്ക് വലിയ വിജയം നേടിക്കൊടുത്തെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും മികച്ചതാണെന്ന് CPM ആവർത്തിച്ച് അവകാശപ്പെടുന്ന വേളയിലാണ് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന സംഘടനാ റിപ്പോർട്ടുമായിട്ട് CPIയുടെ ജില്ലാ സമ്മേളനം, അതായത് അവർക്ക് സംഘടനാപരമായിട്ട് ശേഷി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തൃശ്ശൂരിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത്. അതായത് പാർട്ടിയുടെ അതേപോലെ തന്നെ LDFന്റെ സംവിധാനങ്ങളെല്ലാം പരാജയമാണ്. രണ്ടാമത്തെ സർക്കാരിന്റെ കാലത്ത് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന് തന്നെ സൂചിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടാണ്. മാത്രവുമല്ല സാനു, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പരമ്പരാഗത വോട്ടുകളിലുണ്ടായ ഒരു ചോർച്ചയാണ്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ, ഇടതുമുന്നണിയുടെ വോട്ടുകൾ വൻതോതിൽ ചോർച്ച വന്നു. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ആ വോട്ട് മുഴുവൻ NDAക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ആ വോട്ട് ചോർച്ചയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയെ പിടിച്ചുലയ്ക്കുന്നത്. സാനു, ഇത് തന്നെയാണ് അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് തങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ വന്നു എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് സംഘടനാ റിപ്പോർട്ടിൽ. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലും കോളനികളിലും BJP സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ കൃത്യമായിട്ട് അവർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു. ഒപ്പം തന്നെ തങ്ങൾക്ക് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന വനിതാ അംഗങ്ങളുടെയും ഒപ്പം തന്നെ കുട്ടികൾ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള വോട്ടർമാരുടെ, ചെറുപ്പക്കാരുടെ വോട്ടും സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് പോയി എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മൊത്തം നഷ്ടമുണ്ടായി. ഒപ്പം തന്നെ സർക്കാരിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നു, അല്ലെങ്കിൽ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെയാണ് ഈ CPIയുടെ സംഘടനാ റിപ്പോർട്ടിൽ. CPI ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, പരമ്പരാഗത വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്ന് CPI അടിവരയിട്ട് സമ്മതിക്കുകയാണ് അവരുടെ ജില്ലാ സമ്മേളനത്തിൽ. വിവരങ്ങളാണ് സാനു കെ സജീവ് നൽകിയത്.